എക്സസൈസ് 7.2 ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ എക്സസൈസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നോക്കേണ്ടത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും ആ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനകത്ത് കാണും. ഇപ്പോഴത്തെ ഒരു എക്സാമ്പിളായിട്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. നമുക്കറിയാം എഫ് ഓഫ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ആണ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ നമ്മൾ എഫ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് ഡാഷ് എക്സ് ഡി എക്സിന് ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തരുന്ന വേരിയബിളിനെ നമ്മൾ ടി എന്നൊരു വേരിയബിളിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആ വേരിയബിൾ എന്ന് പറയുന്നത് ഡി ടി എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ. ഇവിടെ ഇനി എക്സിൻ്റെ ഫംഗ്ഷൻസ് കാണരുത്. അല്ലെങ്കിൽ തരുന്നത് എഫ് ഡാഷ് എക്സ് ബൈ എഫ് എക്സ്, അതായത് എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും അതിൻ്റെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. പിന്നെ വരുന്നത് ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ എഫ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കും, അതിൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ കിടക്കുന്നത്. ആ രീതി അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് 2x എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 1 പ്ലസ് എക്സ് സ്ക്വയറിന് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ 0 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2x ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ നമ്മൾ ഡി എക്സിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ 2x ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 1 പ്ലസ് എക്സ് സ്ക്വയറിന് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ 2x ഡി എക്സ്, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 1 പ്ലസ് എക്സ് സ്ക്വയറിന് വരെ ടി 1 ബൈ ടി ഡി ടി. 1 ബൈ ടിയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് ടി പ്ലസ് സി. പിന്നെ നമുക്ക് തരുന്നത് എക്സ് എന്ന വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ടി എന്ന വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആൻസർ എഴുതുമ്പോൾ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മൾ ടി എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം കൊടുത്തതാണ്. അപ്പം ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ബൈ എക്സ്. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് ലോഗ് എക്സിനാണ്. അപ്പോൾ ടീന്ന് ലോഗ് എക്സിന് ടീന്ന് എടുക്കുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. അപ്പോൾ ഡി ടി എന്ന് പറയുന്നത് 1 ബൈ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ 1 ബൈ എക്സ് ലോഗ് എക്സ് സ്ക്വയറിന് ടി എന്നും 1 ബൈ എക്സ് ഡി എക്സിന് പകരം ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി നമ്മൾ എക്സിൻ്റെ ടേമിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ ഡി എക്സ് എന്താ, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. അതേപോലെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇവിടെ ആൻസറിൽ നമ്മൾ ടിക്ക് പകരം ലോഗ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി എഴുതും. 1 ബൈ എക്സ് പ്ലസ് എക്സ് ലോഗ് എക്സ്. ഇവിടെ ഒരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് ഡയറക്റ്റ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ ഡിനോമിനേറ്റർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ ഈ രണ്ട് ടേമിൽ എക്സ് ഉണ്ട്, എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 1 പ്ലസ് ലോഗ് എക്സ്. നമുക്കറിയാം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ആണ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഫുള്ള്, അതായത് 1 പ്ലസ് ലോഗ് എക്സിന് ഒരുമിച്ചെടുത്ത് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടി എന്ന് പറയുന്നത് 1 പ്ലസ് ലോഗ് എക്സ്, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1ൻ്റെത് 0, ലോഗ് എക്സിൻ്റെത് 1 ബൈ എക്സ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ 1 ബൈ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഡി ടി ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ്. ഇവിടെ 1 ബൈ എക്സ് ഡി എക്സിന് പകരം ഡി ടി എന്നും 1 ബൈ 1 പ്ലസ് ലോഗ് എക്സിന് പകരം 1 ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇവിടെ ഇൻ്റഗ്രൽ 1 ബൈ ടി ഡി ടി എന്ന് പറയുന്നത് ലോഗ് മോഡ് ടി പ്ലസ് സി. ലോഗ് ഓഫ് മോഡുലസ് 1 ടിക്ക് പകരം 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി.
അടുത്ത സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ്. ഇവിടെ സൈൻ്റെ ആംഗിൾ ആയിട്ടാണ് കോസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോസിനെയാണ് നമ്മൾ ടി ആയിട്ട് എടുക്കേണ്ടത്. അറിയാം, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. നമുക്ക് ഡി ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മൈനസ് ഇല്ല, സൈൻ എക്സ് ഡി എക്സേ ഉള്ളൂ. അപ്പം നമ്മൾ അത് മാത്രം എടുത്ത് എഴുതിയിട്ട് മൈനസ് സൈന് ലെഫ്റ്റ് സൈഡ് ഡി ടിക്ക് കൊടുക്കുക. ഇൻ്റഗ്രൽ സൈൻ ടി ഇൻറ്റു മൈനസ് ഡി ടി. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി. അപ്പം ഇൻ്റഗ്രൽ സൈൻ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ടി വരും. ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും, കോസ് ടി പ്ലസ് സി. ഇവിടെ ടി എന്ന് പറയുന്നത് നമ്മൾ കോസ് എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. സൈൻ എ എക്സ് പ്ലസ് ബി കോസ് എ എക്സ് പ്ലസ് ബി. ഇവിടെ സൈനിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കോസ് ആയിട്ട് വരും, അല്ലെങ്കിൽ കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ സൈൻ എ എക്സ് പ്ലസ് ബിക്ക് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ എ എക്സ് പ്ലസ് ബിക്ക് അതിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ. അതായത് സൈൻ എ എക്സിന്റെ ഡിഫറൻഷിയേഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എ എക്സ് എന്ന് പറയുന്നത് കോസ് എ എക്സ് ഇൻറ്റു എ. അതുപോലെ ഇവിടെ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് പിന്നെ എടുക്കുമ്പോൾ എക്സിന്റെ കൂടെ വരുന്ന എ വരും, ബിയുടേത് 0 ആയി പോകും കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. അപ്പോൾ ഡി ടി ഈക്വൽ ടു എ കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കോസ് എ എക്സ് പ്ലസ് ഡി എക്സേ ഉള്ളൂ. അപ്പോൾ ഈ എ എന്ന് പറയുന്നതിനെ നമ്മൾ ഡി ടിയുടെ കൂടെ കൊടുക്കും. അപ്പോൾ ഡി ടി ബൈ എ ഈക്വൽ ടു കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 1/a ഇൻ്റഗ്രൽ ടി ഡി ടി 1/a വരും. ഇൻ്റഗ്രൽ എക്സിന്റെ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് x²/2. അപ്പോൾ ഇൻ്റഗ്രൽ ടി ഡി ടി എന്ന് പറയുന്നത് t²/2 പ്ലസ് സി. അവസാനം നമ്മൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സൈൻ എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ/2. നമുക്കറിയാം സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എ എക്സ് പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതാം. നെക്സ്റ്റ് റൂട്ട് എ എക്സ് പ്ലസ് ബി. ഇവിടെ നമ്മൾ എ എക്സ് പ്ലസ് ബിക്ക് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എ എക്സിൻ്റെത് എയും ബിയുടേത് 0 ആവും. ഡി ടി ഈക്വൽ ടു എ ഡി എക്സ്. ക്വസ്റ്റ്യനിൽ ഡി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ എ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി ടി ബൈ എ. ഇത് 1/a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. റൂട്ട് ടി എന്ന് പറയുന്നത് t⁻⁴ ആണ്. ഇനി അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ x⁻n dx. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? x⁻n+1/n+1 പ്ലസ് സി. അപ്പോൾ t⁻² പ്ലസ് 1/1/2 പ്ലസ് 1 1/a t⁻³ അത് തിരിച്ചിട്ട് റെസിപ്രോക്കൽ എടുത്ത് എഴുതുമ്പോൾ 2/3a × t⁻³ ടിക്ക് പകരം എ എക്സ് പ്ലസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.